ഹായ് സർ. ഹായ് പൂജ. എമ്പുരാന്റെ റിലീസും വിവാദവും ഒക്കെ ഇപ്പോൾ കത്തി നിൽക്കുന്ന സമയമാണ്. ഇതിനിടയിൽ അവസാന നിമിഷം രക്ഷകനെ പോലെ എത്തിയ പ്രൊഡ്യൂസർ ഗോകുലം ഗോപാലിനെ 14 മണിക്കൂറോളം ഇഡി ചോദ്യം ചെയ്തു എന്നാണ് പറയുന്നത്. ഇഡിയുടെ ചോദ്യം ചെയ്യലും എമ്പുരാൻ റിലീസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സത്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇഡിയുടെ ഈ റെയ്ഡും എമ്പുരാൻ വിവാദവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ടെക്നിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എമ്പുരാന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് ഇഡി എടുക്കാനായിട്ടുള്ള സമയം ആയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എമ്പുരാൻ ഇപ്പോൾ റിലീസായിട്ടുള്ളൂ. അതിൻ്റെ കളക്ഷൻസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ശരിക്കും ഒരു ഇഡി കേസ് വരുമ്പോഴത്തേക്കും ഒരു ക്രൈം നടക്കണം, അല്ലെങ്കിൽ ഒരു മണി ലോണ്ടറിങ് പോലെ, അല്ലെങ്കിൽ FEMA റെഗുലേഷൻ വയലേഷൻ ഒക്കെ നടന്നതിന് ശേഷം മാത്രമാണ് അവർക്ക് കേസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലേക്കൊന്നും എമ്പുരാൻ സിനിമ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാൽ എമ്പുരാൻ വിവാദവുമായിട്ട് ഈ ഇഡിയുടെ റെയ്ഡിന് യാതൊരുവിധ ബന്ധവുമില്ല. സത്യത്തിൽ പിന്നെ എന്തിനാണ് ഇഡി വന്നത്? 2022 മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞൊരു ഹിറ്റ് ചിത്രമുണ്ടായിരുന്നു. അതും എടുത്തത് ഗോകുലം ഗോപാലൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു ചിത്രമായി ബന്ധപ്പെട്ട് കുറച്ച് കളക്ഷൻസ് കൂട്ടി കാണിക്കുകയോ ബ്ലാക്ക് ആയിട്ടുള്ള കുറേ മണി വൈറ്റ് ആക്കുകയോ ഒക്കെ ചെയ്ത ഒരു കേസ് അന്ന് തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഗോകുലം ഗോപാലൻ്റെ സ്ഥാപനത്തിൽ ഇഡിയുടെ റെയ്ഡ് മുൻപ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് വീണ്ടും ഒരു റെയ്ഡ്. ചിലപ്പോൾ അവർക്ക് കൂടുതൽ തെളിവുകളോ കൂടുതൽ മൊഴികളോ കിട്ടിയിട്ടുണ്ടാവും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റെയ്ഡാണ് വീണ്ടും ഈ പ്രാവശ്യം നടന്നിരിക്കുന്നത്. അതിപ്പോൾ എമ്പുരാൻ്റെ സിനിമയുടെ വിവാദം ഉണ്ടാകുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് ഇത് ആയി എന്നുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, പക്ഷെ അനുമാനിക്കാം, അത്രേ ഉള്ളൂ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഇഡിക്ക് ആക്ച്വലി ഏതൊക്കെ കേസുകളിലാണ് ഇടപെടാൻ സാധിക്കുക, അല്ലെങ്കിൽ അവരുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഇഡിക്ക് ഇപ്പോൾ പെട്ടെന്ന് ഒരാളുടെ മേലെ കേസെടുത്ത് അവരുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ മേലെ കേസെടുത്ത് അവരുടെ നേരെ മൂവ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഒന്നുമില്ല. ഇഡിക്ക് എപ്പോഴും ഒരു FIR രജിസ്റ്റർ ചെയ്തിരിക്കണം. ഒരു മണി ലോണ്ടറിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് മണി വൈറ്റ് ആക്കാനായിട്ടുള്ള എന്തെങ്കിലും ശ്രമങ്ങളോ അങ്ങനെയൊക്കെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഇൻകം ടാക്സിന്റെ നോട്ടീസസ് ഉണ്ടായിരിക്കണം. അങ്ങനെ സെവറൽ എലമെന്റ്സ് ഉണ്ട്. അതെല്ലാം കൂടിച്ചേരുമ്പോഴാണ് ആക്ച്വലി ഇഡിക്ക് ഇടപെടേണ്ട ആവശ്യം വരുന്നത്. മെയിനായിട്ട് ഇഡി വരുന്നത് FEMA റെഗുലേഷൻ്റെ വയലേഷനും അതുപോലെ തന്നെ PML ആക്ടിൻ്റെ വയലേഷനും ഒക്കെ വരുമ്പോഴാണ് ഇഡിക്ക് ഇടപെടേണ്ട ആവശ്യം വരുന്നത്. അല്ലാതെ ഇപ്പോൾ അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ തന്നെ വിത്തൗട്ട് എനി FIR, അല്ലെങ്കിൽ ഇപ്പോൾ ലോക്കൽ പോലീസ് FIR ഫയൽ ചെയ്യാതെയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻകം ടാക്സിൻ്റെ നോട്ടീസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാതെയോ ഒന്നും ആക്ച്വലി അവർക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല ആർക്കെതിരെയും. സാർ ഇപ്പൊ പറഞ്ഞ FEMA ആൻഡ് PML ഇതൊക്കെ പലർക്കും അറിയാത്ത ടേംസ് ആണ്. ഇതിനെ പറ്റി ഒന്ന് സംസാരിക്കാമോ? ഓക്കെ, FEMA എന്ന് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ആണ്. അതിൽ മെയിനായിട്ട് വരുന്നത് നമ്മൾ ഇന്ത്യയുടെ പുറത്തേക്ക് നമ്മുടെ ഇന്ത്യൻ മണി സെൻഡ് ചെയ്യുമ്പോഴോ വാട്ട് എവർ റീസൺ, ചിലപ്പോൾ നമുക്കവിടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിരിക്കാം, മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനായിരിക്കാം, പല റീസണിൽ നമുക്ക് ആക്ച്വലി ഇന്ത്യയുടെ പുറത്തേക്ക് ചിലപ്പോൾ ബിസിനസ് ഓണേഴ്സിന് ഫണ്ട് സെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുമായിരിക്കും. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഉള്ളിലേക്കുള്ള ഫണ്ട് ചിലപ്പോൾ നമുക്ക് ഇൻവെസ്റ്റേഴ്സിനെ സ്വീകരിക്കണമായിരിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ച്വലി നമുക്ക് നമ്മുടെ മണി സെൻഡ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ അതിനൊരു സെപ്പറേറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് നമ്മൾ കംപ്ലൈ ചെയ്തിട്ട് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആ ഒരു കംപ്ലയൻസ് പാലിക്കാതെ നമ്മൾ ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷനും അത് FEMA റെഗുലേഷൻസിന്റെ വയലേഷൻ ആവും. അവിടെയാണ് ആക്ച്വലി ബിസിനസ് ഓണേഴ്സിന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവുന്നത്. ഇനി PMLയുടെ കാര്യത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ PMLA എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ആണ്. അത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഒരു ക്രൈമിൽ നിന്നും ഒരു എമൗണ്ട് കിട്ടി ആ എമൗണ്ട് വൈറ്റ് മണി ആക്കാനായിട്ട് ശ്രമിക്കുക ഡിഫറെൻറ്റ് ചാനൽസിലൂടെ. അപ്പോൾ അങ്ങനെ ഒരു ആക്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് PMLA സെക്ഷൻ്റെ വയലേഷനായിട്ട് വരും. അപ്പോൾ ഇതും ആക്ച്വലി കസ്റ്റമേഴ്സിൻ്റെ എമൗണ്ട്, ഇപ്പോൾ ബാങ്കിങ് ആണെന്നുണ്ടെങ്കിൽ ബാങ്കിൽ ഇടുന്ന എമൗണ്ട് കസ്റ്റമേഴ്സ് ഏതെങ്കിലും ഒരു മണി ഈ മണി ലോണ്ടറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട ചുമതല ബാങ്കിങ്ങിനുണ്ട്. അതുപോലെ തന്നെ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങൾക്കും ഇങ്ങനെ ഒരു ചെക്ക് ചെയ്യേണ്ട ആവശ്യകത എന്തായാലും ഉണ്ട്. കാരണം ഇങ്ങനെ ഒരു വയലേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. കമ്മിങ് ബാക്ക് ടു ഗോകുലം ഗോപാലൻ ഇഷ്യൂ, ഇപ്പോൾ ഇഡിയൊക്കെ ഇടപെട്ട സ്ഥിതിക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം? ഈ FEMA അല്ലെങ്കിൽ PMLA കേസുകളിലൊക്കെ ശരിക്ക് അകപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് അവിടുന്ന് സർവൈവ് ചെയ്യാന്ന് പറയുന്നത്. ഈ ബേർഡൻ ഓഫ് പ്രൂഫ് എന്താണെന്നറിയോ? ഓക്കെ, ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു മർഡർ ചെയ്തു അല്ലെങ്കിൽ നമ്മളൊരു ക്രൈം ചെയ്തു. അപ്പോൾ ശരിക്കും ഗവൺമെന്റിന്റെ ചുമതലയാണ് ബിയോണ്ട് ദ ഡൗട്ട്സ് നമ്മളത് ചെയ്തു എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ ഇങ്ങനത്തെ കേസുകളിൽ വരുമ്പോൾ ബേർഡൻ ഓഫ് പ്രൂഫ് ശരിക്കും നമ്മുടെ ബാധ്യതയായി മാറും.
അങ്ങനെ ഒരു ആരോപണം നമുക്കെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PMLA വയലേഷൻ അല്ലെങ്കിൽ FEMA വയലേഷൻ ചെയ്തു എന്നൊരു ആരോപണം വിത്ത് പ്രൂഫ് ED അല്ലെങ്കിൽ മറ്റുള്ള ഗവൺമെൻറ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് നമ്മുടെ മേലെ ആരോപിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത നമുക്ക് വരും. അതിനാണ് ഈ ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത്. ഒരു സംരംഭകൻ എന്ന നിലയിൽ ഇത്തരം കേസുകളിൽ പെട്ടുപോകാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇത്തരം കേസുകളിൽ ആക്ച്വലി ഒരു സംരംഭകൻ എന്ന നിലയിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലീഗൽ ടീമാണ്. മിക്ക ബിസിനസ് ഓണേഴ്സും ചെയ്യുന്നത് അവർ അക്കൗണ്ടിങ് എപ്പോഴും സ്ട്രോങ് ആക്കും. നല്ല ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ ഹയർ ചെയ്യും, ഇല്ലെങ്കിൽ അക്കൗണ്ടിങ് ടീം തന്നെ നല്ലൊരു സ്ട്രോങ് ആക്കി വെക്കും. പക്ഷേ ലീഗൽ ടീമിനെ കുറിച്ച് ഒരിക്കലും അവർ ചിന്തിക്കാറില്ല, അല്ലെങ്കിൽ ലീഗൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് അവർ സമയം കണ്ടെത്താറില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും അവർ ഒരുപാട് പ്രോബ്ലംസിൽ ചെന്ന് എൻഡ് ചെയ്യാണ് സാധാരണ പതിവ്. ഇപ്പൊ ഈ ഗോകുലം ഗോപാലിനെ സംബന്ധിച്ച പോലെ തന്നെ ഒരു പ്രമുഖനായിട്ടുള്ള സ്വർണ്ണ വ്യാപാരിക്ക് ഇതുപോലെ തന്നെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. FEMA റെഗുലേഷന്റെ വയലേഷൻ കാരണം അവരുടെ സ്വത്തുക്കൾ കണ്ടെത്തുകയും ഒരുപാട് ഇഷ്യൂസ് അവർ ഫേസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ശരിക്കും പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കേരളത്തിൽ പ്രത്യേകിച്ച് ഈ FEMA റെഗുലേഷൻ അല്ലെങ്കിൽ PMLA ആക്ട് ഇതിനെക്കുറിച്ചൊക്കെ അറിവുള്ള അഡ്വക്കേറ്റ്സ് വളരെ കുറവാണ്. ഞാൻ ഒരുപാട് വലിയ ടോപ്പ് മോസ്റ്റ് ലീഗൽ ഫേമുകളായിട്ടും അതുപോലെ തന്നെ പല ബിസിനസ് സ്ഥാപനങ്ങളുടെ ലീഗൽ ടീമുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഇൻട്രാക്ഷൻ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ അവർക്കൊരു ഗ്രേ ഏരിയ ആണ്. അവിടേക്ക് മാത്രം അവർക്ക് നോളജ് ഇല്ല. അപ്പോൾ എങ്ങനെയാണ് കംപ്ലൈ ചെയ്ത് ഒരു ബിസിനസ് ഓണർ ഫോറിൻ എക്സ്ചേഞ്ച് മണി മാനേജ്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു അറിവ് കുറവാണ് മെയിൻലി അവർ ഇങ്ങനെ ഇഷ്യൂസിൽ വന്ന് എൻഡപ്പ് ചെയ്യുന്നത്. ഒരു ഇൻഡിവിജ്വലിന് അയക്കേണ്ട ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു 7.5 lakh ആണ് മാക്സിമം അവർക്ക് ഔട്ട്സൈഡ് ഇന്ത്യ സെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട്. പക്ഷെ ബിസിനസ് ഓണറിനെ സംബന്ധിച്ച് അവർക്ക് വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻ അവർക്ക് മണി ഔട്ട്സൈഡ് ഇന്ത്യ സെൻഡ് ചെയ്യാൻ പറ്റും, ലീഗലി പറ്റും. അപ്പോൾ അതിന് കുറച്ച് കംപ്ലയൻസ് ചെയ്യേണ്ടതുണ്ട്, ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് എടുക്കേണ്ടതുണ്ട്, എന്തിനാണ് പൈസ നമ്മൾ അയക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് കൂടുതൽ ട്രാൻസാക്ഷൻസ് ആണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ RBI റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ കംപ്ലൈ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ യാതൊരുവിധ പ്രശ്നവും ആക്ച്വലി ഉണ്ടാവില്ല. അതിന് വേണ്ടത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഗൽ ടീമും അറിയാവുന്ന അഡ്വക്കേറ്റ്സും ആണ്. ഐ തിങ്ക് എല്ലാ ബിസിനസ് ഓണേഴ്സും ഈ ഒരു സജഷൻ സീരിയസ് ആയിട്ട് എടുക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ദ ഇൻഫർമേഷൻ സർ. താങ്ക് യു പൂജ.